നമസ്കാരം. ഒരുപാട് ഭൂമികൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഇന്ന് വിൽക്കാതെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ വിൽക്കാനിട്ടിട്ട് വർഷങ്ങളായിട്ട് വിൽക്കാൻ സാധിക്കുന്നില്ല. ചില സ്ഥലങ്ങൾ നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ചാലും ആ സ്ഥലങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? നമ്മളുടെ സ്ഥലം വഴിയുണ്ട്, വെള്ളമുണ്ട്, വാഹനം കയറുന്നതാണ്, നല്ല വീടാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന വസ്തുവാണെങ്കിൽ പോലും പലപ്പോഴും അതിനകത്തേക്ക് ആൾക്കാർ ഇഷ്ടപ്പെട്ട് വന്നിട്ട് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ചില കേസുകളിൽ ആരും വരാതിരിക്കുന്ന അവസ്ഥ. ഞാൻ ഒരുപാട് കർമ്മങ്ങൾ വസ്തു വിൽപ്പനയ്ക്കായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് പല സ്ഥലത്തും പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. എങ്കിലും പ്രധാനമായിട്ടും വിൽപ്പനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് വസ്തുവിൻ്റെ വില, അല്ലെങ്കിൽ നമ്മൾ വില കൂടുതൽ ചോദിക്കുന്നുണ്ടോ, അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. രണ്ടാമത് ആ വസ്തുവിലേക്കുള്ള മറ്റു പല കാര്യങ്ങൾ, വാഹന സൗകര്യം കയറാൻ പറ്റുന്നതാണോ, ജലം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഈ വെള്ളം കയറുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത്. പിന്നെ ഈ വസ്തു ആഗ്രഹിച്ചിരിക്കുന്ന നമ്മളുടെ ചുറ്റുപാടുമുള്ള അയൽവക്കത്തുള്ള ആരെങ്കിലും ഈ വസ്തുവിന് ആഗ്രഹവുമായിട്ട് വന്നാൽ അവരും ഇതിനകത്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ട്, അയൽവക്കത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വസ്തുവിന് ആഗ്രഹമുണ്ടെങ്കിൽ അവരും ചിലപ്പോൾ ഇത് നെഗറ്റീവായിട്ട് പറഞ്ഞ് വസ്തു വിൽപ്പന തടസ്സപ്പെടുത്താം. അവർക്ക് ചിലപ്പം ചെറിയ വിലയ്ക്ക് ഈ വസ്തു ആഗ്രഹം ഉണ്ടാവാം. പിന്നീട് വരുന്നതാണ് അവിടെയുള്ള മറ്റ് മൂർത്തി സാന്നിധ്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു വസ്തു വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനായിട്ട് പോയ സമയത്ത് അവരുടെ വസ്തുവിൽ പൂർവികമായിട്ട് അവരുടെ ആൾക്കാർ ചെയ്ത് വെച്ച കുറച്ച് പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ട് നിൽക്കുകയും മറ്റു പല ആരാധനകൾ നെഗറ്റീവായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തൊരു വസ്തുവിൽ വിൽപ്പനയ്ക്കായിട്ട് പോയിരുന്നു. അവിടെ ആളുകൾ വന്നെങ്കിലും അവരുടെ വിലക്കനുസരിച്ചിട്ട്, അവർ ഉദ്ദേശിക്കുന്ന വിലക്കനുസരിച്ചിട്ടേക്ക് ആളുകൾ എത്തുന്നില്ല. ചിലപ്പോൾ ആ വില ഒരു പക്ഷേ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കാം, പ്രശ്നം കൊണ്ട് വില താത്ത് പറയുന്നതായിരിക്കാം. പക്ഷെ അവരുദ്ദേശിച്ച വിലയിലേക്ക് എത്തുന്നില്ല എന്നൊരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോഴും അത് കർമ്മം നടക്കുന്നുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച വേറൊരു സ്ഥലത്ത് ഈ വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അവർ വർഷങ്ങളായിട്ട് വിൽപ്പനയ്ക്ക് ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് പോലും ഒരു മനുഷ്യന് അത് തിരക്കി വരുന്നില്ല. റോഡ് സൈഡ്, മെയിൻ റോഡ് സൈഡ്, നല്ല കണ്ണായ സ്ഥലം, വെള്ളം കിട്ടും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വെള്ളം കയറത്തില്ല ഒക്കെ. അവിടെ കണ്ടൊരു കാര്യം, ഈ ഞങ്ങൾ ചെന്ന സമയത്ത്, ഇതിൻ്റെ നോക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവിടെയുള്ള അയൽവക്കം ആൾക്കാരിങ്ങനെ ഈ ക്യാമറ കണ്ണ് പോലെ ചുറ്റും നിൽക്കുകയാണ്, എന്തുവാണെന്ന് അറിയാൻ വേണ്ടി, എന്തുവാണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി. അവിടെ കണ്ടൊരു കാഴ്ച, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രബന്ധിയായിട്ടുള്ള ഭൂമി, അതുമായിട്ടുള്ള മൂർത്തി സാന്നിധ്യങ്ങളും കർമ്മങ്ങളും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കർമ്മങ്ങൾ. അപ്പോൾ കർമ്മങ്ങൾ ബാധിക്കാം, നെഗറ്റീവായിട്ട് ബാധിക്കാം കർമ്മങ്ങൾ. അല്ലെങ്കിൽ ആരെങ്കിലും ചില നമ്മളുമായിട്ടുള്ള ശത്രുത വന്ന ആൾക്കാർ എന്തെങ്കിലും ആഭിചാര കർമ്മങ്ങൾ, ക്ഷുദ്രമൊക്കെ ചെയ്തിട്ടാൽ അതൊക്കെ വിൽക്കാതിരിക്കാൻ തടസ്സമാകാം. ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാരുടെ വെച്ചാരാധനാ മൂർത്തികളൊക്കെ ഉണ്ടെങ്കിൽ അവ വിൽക്കാൻ സമ്മതിക്കത്തില്ല, അല്ലെ ഒരിക്കലും വിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാകത്തില്ല. പിന്നീട് വരുന്നത് സർപ്പം, ഭൂമിയിൽ സർപ്പ സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് വിൽക്കാനുള്ള തടസ്സമാണ്. പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ, കൈവശപ്പെടുത്തി അർഹതപ്പെട്ടതല്ലാത്ത, നമ്മളെ കൈവശപ്പെടുത്തി എടുത്ത് വെച്ചിരിക്കുന്ന ഭൂമിയാണെങ്കിൽ, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും അർഹതപ്പെട്ടത് നമ്മൾ മറ്റ് പല മാർഗങ്ങളിലൂടെ കൈവശപ്പെട്ടാണെങ്കിൽ അതും നമുക്ക് പിന്നീട് വിൽക്കാനൊന്നും സാധിക്കാതെ വരുന്നുണ്ട്. പിന്നെ ചില നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യമുള്ള ഭൂമിയും വിൽക്കാതെ സാധിക്കുന്നുണ്ട്, വിൽക്കാതെ വരുന്നുണ്ട്. ചില രാക്ക് ദോഷങ്ങൾ, ദൃഷ്ടി ദോഷങ്ങളൊക്കെ വന്നാലും വിൽക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ചില സ്ഥലത്ത് നിധി നിക്ഷേപങ്ങൾ, അതിന് കാവലായിട്ട് നിൽക്കുന്ന സർപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വിൽപ്പനയ്ക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. വ്യക്തികൾ, മനുഷ്യരാണെങ്കിൽ വലിയ പാടാണ്. പണ്ട് ഒരു സ്ഥലത്ത് ഞങ്ങളൊരു വസ്തു കച്ചവടം ചെയ്യാൻ വേണ്ടി കർമ്മം ചെയ്തിട്ടു, അതെല്ലാം പോസിറ്റീവാണ്, ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ആൾക്കാർ വന്ന് വില പറഞ്ഞ് പോകുന്നതല്ല, പിന്നീട് വരുന്നില്ല. അവരുദ്ദേശിച്ച വിലയിലേക്കൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. കച്ചവടം നടക്കേണ്ട സമയമായി, 90 ദിവസത്തെ കർമ്മം ഇട്ടു, 70 ദിവസം 80 ദിവസമായിട്ട് നടക്കുന്നില്ല. അപ്പം അങ്ങനെ സംശയം വന്ന ഞങ്ങൾ വേറൊരു വാഹനത്തിൽ അവിടെ ആ വസ്തു വാങ്ങാനെന്ന വ്യാജേന അവിടെ ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ അവരുടെ സ്വന്തം അമ്മാവനാണ് തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. അയാളുടെ വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അയാളുടെ കുറച്ച് ഭാഗമൊക്കെ, വീടിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഈ വസ്തുവിലാണ്. അപ്പം ഇയാൾക്ക് ഒരു സുളു വിലയ്ക്ക് കിട്ടുന്ന, ഇവർ ചോദിക്കുന്ന വില കൊടുക്കാനില്ല. പണ്ട് 2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിയ സ്ഥലമാണ്.
അപ്പം ഞങ്ങൾ കയറിയപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നാൾ പറഞ്ഞിട്ടാണ് ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞു, നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അതേ പറഞ്ഞു ഇതൊക്കെ വെള്ളം കയറുന്ന വസ്തുവല്ലേ, ആരെങ്കിലും വാങ്ങിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം കയറിയാൽ കുഴപ്പമില്ലാത്ത ആവശ്യത്തിന് വേണ്ടിയാണ്. ഉടനെ പറഞ്ഞു പുള്ളി കുറേ നേരമൊക്കെ ഒന്നും ഇവിടെ സർപ്പമൊക്കെ ഒരുപാടുണ്ട്, പാമ്പും സർപ്പസാന്നിധ്യമൊക്കെ ഒരുപാട് പേരുണ്ട്, താമസിക്കാൻ കൊള്ളാത്ത ഭൂമിയാണെന്ന് പറയുന്നു. ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് പോകാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മേടിക്കാൻ വന്ന ഒരാളാണെങ്കിൽ അത് നെഗറ്റീവ് ആകും. പിന്നീട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും ഞങ്ങൾ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ തൊട്ടപ്പുറത്ത് കണ്ടമാണ്, മണ്ണിന് ഉറപ്പില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം മുകളിലൊരു അമ്പലമുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ വെജാണോ? ഞങ്ങൾ പറഞ്ഞു അതെ. അല്ല ഇവിടെ നോൺ വെജ് ഒന്നും വെക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ പോലും നോൺ വെജ് ഉപയോഗിക്കത്തില്ല. കാരണം എന്തെങ്കിലും നോൺ വെജോ മറ്റ് അശുദ്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ മണ്ണിൽ നടന്നാൽ തൊട്ട് മുകളിൽ ക്ഷേത്രമാണ്, ഭദ്രകാളി ക്ഷേത്രമാണ്, അന്ന് ഒരു പ്രശ്നങ്ങൾ തുടങ്ങും. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നോൺ വെജ് ഉപയോഗിക്കാനോ അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും പാചകം ചെയ്യാനോ പറ്റത്തില്ല. അത്രയും കേൾക്കുമ്പോൾ ഒരു വാങ്ങാൻ വരുന്ന ആൾ ഒരിക്കലും പിന്നെ വാങ്ങൂല. കാരണം എന്തിനാണ് റിസ്ക് എടുത്ത് ഇത്രയും എടുത്ത് വാങ്ങുന്നത് വിചാരിച്ചാൽ അവർ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് മനുഷ്യർ തന്നെ. ഞങ്ങളൊരു തമാശയ്ക്ക് പറഞ്ഞു ഞങ്ങളിവിടെ കോഴി ഫാം തുടങ്ങാനാണ്. അതിനിപ്പോൾ എന്ത് ഇതാണ്, കോഴിക്ക് എന്ത് നോൺ വെജ് വെജ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും ചുമ്മാ ഒരു തട്ടിയിട്ട് പോയി. പക്ഷേ ആ വസ്തു വിറ്റു, അത് വേറൊരു കാര്യം, വിറ്റുപോയി. എങ്കിലും അങ്ങനെ ഒരു അവസ്ഥ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇതേപോലെ മുടക്കാനുള്ള കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്തിട്ടൊരു കഥയില്ല. നമുക്ക് കർമ്മം ചെയ്തിടുക എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റി പോസിറ്റീവാക്കി ആ വസ്തുവിൻ്റെ ഒരു ഭക്ഷ്യം ചെയ്തിട്ട് കഴിഞ്ഞാൽ വാങ്ങാൻ വരുന്ന ആളൊരു ഇഷ്ടം തോന്നുന്ന വസ്തുവിന് ഒരു പൈസ ഉണ്ടെങ്കിൽ വാങ്ങും. അവിടെ ഇഷ്ടം തോന്നിയ ആളിനും ആരെങ്കിലും ഇത് മുടക്കാൻ വേണ്ടി ഒരു കർമ്മം ചെയ്തിട്ടാൽ വീണ്ടും അത് നെഗറ്റീവ് ആകാൻ. രണ്ടാമതൊരു വ്യക്തി വന്നിട്ട് ഇതേപോലെ പറഞ്ഞാൽ, വാക്കുകൊണ്ട് പറഞ്ഞാൽ അത് കർമ്മത്തെക്കാളും ഫലം ചെയ്യും എന്നാണ് പറയുക. അതുകൊണ്ട് വസ്തു വിൽക്കാൻ നിൽക്കുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ നോക്കുക. അല്ലാതെ കർമ്മം കൊണ്ട് മാത്രം വിൽക്കാൻ സാധിക്കുകയില്ല. പിന്നെ കുറച്ച് നിങ്ങൾ പരസ്യങ്ങളും പബ്ലിസിറ്റികളും ഒക്കെ കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പോൾ അത് നമ്മളുടെ പണി നമ്മൾ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.